സൗദി അറേബ്യയും ഖത്തറും പശ്ചിമേഷ്യയിലെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളെ സഹായിക്കുന്നതിൽ ഇവർ ഒരു പടി മുന്നിലുമാണ്. ഇപ്പോഴിതാ മറ്റൊരു രാജ്യത്തെ സർക്കാർ ജീവനക്കാരുടെ മൊത്തം ശമ്പളം കൊടുക്കാൻ ഈ രണ്ട് രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ്. ആഭ്യന്തര യുദ്ധവും മറ്റു പ്രതിസന്ധികളും സാമ്പത്തികമായി തകർത്ത സിറിയയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ഇരു രാജ്യങ്ങളും ശമ്പളം നൽകുക. 2011 ബഷാറുൽ അസദ് ഭരണകൂടത്തിനെതിരെ വിമതർ സമരം തുടങ്ങിയത്. അടിച്ചമർത്താൻ ശ്രമിച്ചതോടെ അതൊരു ആഭ്യന്തര യുദ്ധമായി മാറി. 14 വർഷം നീണ്ട സംഘർഷത്തിൽ രാജ്യം മൊത്തം തകരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തരിപ്പണമായി. അടുത്തിടെ വിമതർ സൈനിക മുന്നേറ്റം നടത്തി ഭരണം പിടിക്കുകയും ബഷാറുൽ അസദ് റഷ്യയിലേക്ക് പലായനം ചെയ്യുകയുമുണ്ടായി. പുതിയ നേതൃത്വം സിറിയയെ പുനഃസൃഷ്ടിക്കാൻ ഗൾഫ് രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. പ്രസിഡന്റ് അഹമ്മദ് അൽ ഷർആ സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സന്ദർശിച്ചു. എല്ലാവരും സഹായം വാഗ്ദാനം ചെയ്തെങ്കിലും പണം നൽകാനുള്ള തടസ്സം അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധമായിരുന്നു. അമേരിക്ക ഉപരോധം നീക്കാൻ തീരുമാനിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ് സൗദിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ പുതിയ സിറിയ രൂപപ്പെടുകയാണ്. വിദേശ സഹായങ്ങൾ സ്വീകരിക്കുന്നതിന് ഇനി തടസ്സമില്ല. ഈ വേളയിൽ തന്നെയാണ് ഖത്തർ സഹായം പ്രഖ്യാപിച്ചത്. ഇപ്പോഴിതാ സൗദി അറേബ്യയും ധനസഹായം നൽകുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ആൽ സൗദാണ് സിറിയയിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനുള്ള പണം കൊടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഖത്തർ ഭരണകൂടത്തിനോടൊപ്പം സൗദി അറേബ്യയും സിറിയയിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിന് പണം നൽകുമെന്നാണ് മന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പറഞ്ഞത്. എന്നാൽ എത്ര തുകയാണ് നൽകുക എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ദസമഗസിൽ സിറിയൻ വിദേശകാര്യമന്ത്രി അസദുൽ ഷിബാനിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് സൗദി മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഖത്തർ നൽകുന്ന പണത്തെക്കുറിച്ച് സിറിയയുടെ ധനമന്ത്രി മുഹമ്മദ് യോസിൻ ബെർനി വിശദമാക്കിയിരുന്നു. ഏകദേശം $3 കോടി ഓരോ മാസവും ഖത്തർ നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യത്തെ 3 മാസത്തേക്കുള്ള ശമ്പളം കൊടുക്കലിന് ഈ തുക വിനിയോഗിക്കുമെന്നും ബെർനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തർ പണം നൽകുന്നതിന് അമേരിക്ക അനുമതി നൽകിയിട്ടുണ്ട്. സിറിയയ്ക്ക് മറ്റൊരു സഹായം സൗദി അറേബ്യയും ഖത്തറും പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ലോക ബാങ്കിന് സിറിയ നൽകാനുള്ള കടം ഇരു രാജ്യങ്ങളും തിരിച്ചടയ്ക്കുമെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം $1.5 കോടി ഈ ആവശ്യത്തിന് നൽകുക. സിറിയ കരുത്ത് ആർജിക്കണമെന്നാണ് ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട്. എന്നാൽ സിറിയ പഴയ പ്രതാപം തിരിച്ചു പിടിക്കുന്നതിൽ അയൽരാജ്യമായ ഇസ്രയേൽ ആശങ്കയിലാണ്. സൗദി, ഖത്തർ, UAE മന്ത്രിമാരെ ഇസ്രയേൽ തടയുകയായിരുന്നു. പലസ്തീൻ സന്ദർശിക്കാൻ തീരുമാനിച്ച മുസ്ലിം രാജ്യങ്ങളിലെ മന്ത്രിമാരെ ഇസ്രയേൽ തടഞ്ഞു. UAE, സൗദി അറേബ്യ, ഖത്തർ, ജോർദാൻ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളിലെ മന്ത്രിമാരെയാണ് ഇസ്രയേൽ തടഞ്ഞത്. വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിൽ പലസ്തീൻ അതോറിറ്റിയുമായി ചർച്ച നടത്താനാണ് മന്ത്രിമാർ യാത്ര തീരുമാനിച്ചിരുന്നത്. അറബ് രാജ്യങ്ങളിലെ മന്ത്രിമാർക്ക് പ്രവേശന അനുമതി നൽകില്ലെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം പലസ്തീൻ അതോറിറ്റിയും സ്ഥിരീകരിച്ചു. ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്കിൽ എത്താനായിരുന്നു മന്ത്രിമാരുടെ തീരുമാനം. വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായും ഇസ്രയേൽ അധിനിവേശത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ അനുമതി ലഭിച്ചില്ലെങ്കിൽ മന്ത്രിമാരുടെ യാത്ര അസാധ്യമാകും. ഇസ്രയേൽ നടപടിയെ മുസ്ലിം രാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് സിറിയയ്ക്ക് മേലുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കാൻ ഉദ്ദേശിക്കുന്നു എന്നത്. ഇത് കഴിഞ്ഞ ദശകത്തിൽ തന്നെ അമേരിക്ക നടത്തിയ ഏറ്റവും അപ്രതീക്ഷിതവും വിവാദപരവും വിദേശ നയ നീക്കങ്ങളിലും ഒന്നാണ്. 1979 ആദ്യമായി സിറിയക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ, ഭീകരതയെ പിന്തുണയ്ക്കൽ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഇറാനുമായുള്ള അടുത്ത ബന്ധം എന്നീ കുറ്റങ്ങൾ ചുമത്തി പതിറ്റാണ്ടുകളായി ക്രമേണ കർശനമാക്കിയിരിക്കുകയായിരുന്നു. ഒരിടത്ത് ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് സിറിയയുമായി അയയുന്നതിൽ ട്രംപ് എന്തോ ഗൂഢ ഉദ്ദേശം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഉപരോധങ്ങൾ നീക്കി സിറിയയുമായുള്ള ബന്ധം അമേരിക്ക തിരിച്ചു പിടിക്കാൻ പദ്ധതി ഇടുകയാണോ എന്നതും ഉയരുന്ന ചോദ്യങ്ങളാണ്. ഈ തീരുമാനത്തോട് 25 വർഷത്തിനിടെ മിഡിൽ ഈസ്റ്റേൺ രാഷ്ട്രത്തിന്റെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റായും ട്രംപ് മാറിയിട്ടുണ്ട്. ഉപരോധങ്ങൾ നീക്കുന്നതിലൂടെ സംഘർഷാനന്തര സിറിയയിൽ സൗദി അറേബ്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അമേരിക്ക അനുവദിക്കുകയാണ്. ഇത് മേഖലയിലെ ഇറാനിയൻ സ്വാധീനത്തെ ചെറുക്കുക എന്ന അമേരിക്കയുടെ ലക്ഷ്യത്തെ സഹായിക്കുന്നതാണ്. ഈ കരാർ മറ്റു പ്രധാന പങ്കാളികൾക്കും ഗുണം ചെയ്യും. സൗദി അറേബ്യയ്ക്കും UAEക്കും ഇപ്പോൾ സിറിയയുടെ പുനർനിർമ്മാണത്തിൽ നിക്ഷേപിക്കാനും രാഷ്ട്രീയവും സാമ്പത്തികവുമായ അടിത്തറ ഉറപ്പിക്കാനും കഴിയും. ഇസ്രയേൽ ഈ നീക്കത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും മേഖലയിൽ ഇറാനോട് പിടിച്ചു നിൽക്കാനായി ഒരു സുഹൃത്തിനെ കിട്ടുമോ എന്ന പ്രതീക്ഷയും ഇസ്രയേലിനുണ്ട്.
അതേസമയം ഈ ഇടപാടിലെ സാമ്പത്തികപരമായ നീക്കങ്ങളും വലുതാണ്. പ്രഖ്യാപനത്തിന്റെ അതേ ദിവസം തന്നെ സൗദി അറേബ്യ അമേരിക്കയുമായി $142 ബില്യൺ ആയുധ കരാറിൽ ഒപ്പുവച്ചിരുന്നു. കൂടാതെ അമേരിക്കൻ നിക്ഷേപങ്ങളിൽ $600 ബില്യൺ കൂടി സൗദി വാഗ്ദാനം ചെയ്തു. ഉപരോധങ്ങൾ പിൻവലിക്കൽ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു വലിയ വിലപേശലിന്റെ ഭാഗമാണിതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നീക്കം.